കലോത്സവ വേദികൾ ഏറ്റവും സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. വിദ്യാർത്ഥികളെ കലോത്സവ വേദിയിലേക്ക് ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ട് അവരുടെ എല്ലാവിധത്തിലുള്ള കാര്യങ്ങളും ചെയ്തുകൊണ്ടാണ് ഇവിടെ അധ്യാപകർ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. ഇത് നാടോടി നൃത്തത്തിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടരാണ്. ടീച്ചറെ, ഇവരുടെ ഒരുക്കങ്ങളൊക്കെ ഇവിടെ വരെ എല്ലാം കഴിഞ്ഞു. നന്നായിട്ട് പെർഫോംസ് ചെയ്യുന്നുള്ള വിശ്വാസമുണ്ട്. ഒരു മാസമേ പഠിപ്പിച്ചു തുടങ്ങിയിട്ട്. TDLP സ്കൂളിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്. ഇവിടെ അടുത്ത് തന്നെയാണ് TDLP സ്കൂള്. എന്താണ് നിങ്ങളുടെ ഒരുക്കങ്ങളൊക്കെ ഇവിടെ വരെയായി? ഭംഗിയായിട്ട് പഠിച്ചോ? ഭംഗിയായിട്ട് പഠിച്ചേ? സമ്മാനം അടിച്ചു പോരും? ഒന്നാം സമ്മാനം തന്നെ അടിക്കും? നന്നായിട്ട് ഒരുങ്ങിയിട്ടുണ്ടോ? ആരാണ് നിങ്ങളെ പഠിപ്പിച്ചത്? ആരാ? മിസ് നന്നായിട്ട് പഠിപ്പിച്ചില്ലേ? നിങ്ങൾ ഇതിനു മുമ്പ് ഡാൻസ് കളിച്ചിട്ടുണ്ടോ? യെസ്. നമുക്ക് 2 സ്റ്റെപ്പൊക്കെ വെക്കാല്ലേ? നോക്കാം, ഒന്ന് ഒരുങ്ങി നോക്കാം. ഓക്കെ. ഓക്കെ. അപ്പോൾ ഇവര് സമ്മാനം വാങ്ങുവാൻ ഉറച്ചു തന്നെയാണ് വേദിയിലേക്ക് പോകുന്നത്. എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്യട്ടെ. എല്ലാ വിദ്യാർത്ഥികളും സമ്മാനത്തിനപ്പുറം ഈ കുട്ടികളെല്ലാം ഈ വേദിയിൽ വന്ന് മാറ്റുരക്കുവാനായിട്ട് സാധിക്കട്ടെ. സമ്മാനം അതിന് പിന്നാലെ വന്നുകൊള്ളും. കാരണം ഇവരുടെ എല്ലാവരുടെയും ശോഭനമായ ഭാവി മുന്നിലുണ്ട്. എല്ലാവർക്കും മെട്രോ 7 ന്യൂസിൻ്റെയും KCV ന്യൂസിൻ്റെയും ആശംസകൾ. ഓൾ ദി ബെസ്റ്റ്. പാടികൾ കണ്ണീർ കടലായി പാടികൾ മുറ്റത്ത് കളിക്കുന്ന കുഞ്ഞിനെ നോക്കിയിരിക്കുന്നവൾ മട്ടാഞ്ചേരി ഉപജില്ലാ കലോത്സവത്തിലെ അറബിക് കലോത്സവത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ നാടകത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ചുണക്കുട്ടികളാണ് നമ്മോടൊപ്പമുള്ളത്. ആസിയാബായ് സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. ആസിയാബായ് സ്കൂളിൻ്റെ ചുണക്കുട്ടികൾ. അവർ ഇന്ന് ഏത് കഥയാണ് നിങ്ങൾ നാടകത്തിന് എടുത്തത്? ഫലസ്തീൻ്റെ കഥയാണ്. അത് കഥ എങ്ങനെയാണ് തുടങ്ങുന്നത്? രാവിലെ എണീറ്റിട്ട് ഇങ്ങനെ ബോംബൊക്കെ വീണ്
രാവിലെ എണീക്കുന്നു, എന്നിട്ട് അവിടെ നിന്ന് നിസ്കരിക്കുന്നു, പിന്നെ ഭക്ഷണം തേടി പോകുന്നു. അങ്ങനെയാണ് കഥ. ഈ കലോത്സവത്തിൽ ബെസ്റ്റ് ആക്ടർ കിട്ടിയ ഒരാൾ കൂടി നമ്മോടൊപ്പം ഉണ്ട്. മോളുടെ പേരെന്താണ്? പേരെന്താണ് മോളുടെ? നെജില. നജിയ. എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ്? സ്വന്തം വിലയിരുത്തുമ്പോൾ എങ്ങനെയാണ്? എൻ്റെ ഇതിൽ ഞാൻ ശരിക്കും കരഞ്ഞു, ശരിക്കും സങ്കടമായി ചെയ്തോണ്ടിരുന്നപ്പ. ഹാപ്പി ആയിപ്പോ? ബെസ്റ്റ് ആക്ടർ ആണെന്ന് അറിഞ്ഞപ്പോ എന്താ തോന്നിയത്? ഞെട്ടിപ്പോയി, എനിക്ക് കിട്ടുമോന്ന് അറിയിച്ചു പോയി. എല്ലാരും ഫ്രണ്ട്സും പാരന്റ്സും ടീച്ചേഴ്സും ഒക്കെ എല്ലാരും പറഞ്ഞു അടിപൊളിയായിരുന്നു, നല്ലോണം അഭിനയിച്ച്, എല്ലാവർക്കും കരച്ചിരുന്നൊക്കെ പറഞ്ഞു. ഏത് കഥാപാത്രമായിരുന്നു നമ്മൾ അവതരിപ്പിച്ചത്? ഞാനൊരു കുട്ടികളുടെ ഉമ്മയായിട്ടാണ്. എന്തായിരുന്നു അതിന്റെ തീം? എന്തായിരുന്നു? എന്ന് പറയുമ്പോൾ എൻ്റെ ഇളയ കുട്ടി മരിച്ചു പോകുന്നതും പിന്നെ എൻ്റെ ഉമ്മ മരിച്ചു പോകുന്നതുമായിട്ടുള്ള ഒരു തീമായിരുന്നു. വികാര നിർഭരമായ നിമിഷങ്ങളൊക്കെ സ്ക്രീനിൽ കൊണ്ടുവരാനായിട്ട് സാധിച്ചു. വളരെ നന്നായി കൊണ്ടുവരാൻ സാധിച്ചു. അതുകൊണ്ടായിരിക്കാം ബെസ്റ്റ് ആക്ടർ കിട്ടിയിരിക്കുന്നത് നമുക്ക് ഉറപ്പിച്ച് പറയാം. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടല്ലേ നിൽക്കണം ഇപ്പോൾ? സാറേ, അത് ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു കഥാപാത്രത്തെ ഒന്ന് നമ്മളുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്ന് അവതരിപ്പിക്കാനായിട്ട് പറ്റുമോ? അഭിനയവുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണോ മോളുടെ തീരുമാനം? അവസരങ്ങൾ കിട്ടിയാൽ അത് നല്ല രീതിയിൽ സ്വീകരിക്കും അല്ലേ? നമ്മുടെ കൊച്ചിയിൽ നിന്നും മട്ടാഞ്ചേരി ഇതിൽ നിന്നും വളരെ നല്ലൊരു അഭിനയ മികവ് കാഴ്ചവെച്ച ഒരു കുട്ടിയാണ്. ഈ ടീമിനും എല്ലാവിധ ആശംസകളും മെട്രോ 7 ന്യൂസിൻ്റെ പേരിൽ നേരുകയാണ്. നമ്മളുടെ കുട്ടികൾ ഇന്ന് ഇതിൽ കലോത്സവ വേദിയിൽ സമ്മാനം നേടി വന്നപ്പോൾ എന്ത് തോന്നുന്നു ഇവരുടെ പെർഫോമൻസിനെ കുറിച്ചും? My children are the best. ഓക്കെ, ഇവരുടെ ഒരുക്കങ്ങളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? എല്ലാം ടീച്ചേഴ്സ് ഉണ്ട് ഇവിടെ, ഒരു 4-5 ടീച്ചേഴ്സും അവരുടെ എഫേർട്ടും കുട്ടികളുടെ എഫേർട്ടും കൂടി കൂടിയിട്ടാണ് ഞങ്ങൾ ഫസ്റ്റാണ്. എല്ലാത്തിനും ഫസ്റ്റ് തന്നെയാണ്. ഇതാണ് വളരെ തകർത്ത് ഈ കുട്ടികൾ അരങ്ങ് തകർത്തുകൊണ്ടിരിക്കുകയാണ്. ആസിയാബായ് സ്കൂളിലെ കുട്ടികളുടെ ഈ സന്തോഷം ഇത് തന്നെയാണ്. എല്ലാ വിദ്യാർത്ഥികളുടെയും സന്തോഷം കലോത്സവ വേദിയിലേക്ക് വരുമ്പോൾ നമ്മുടെ കുട്ടികൾ തകർത്ത് ആടുകയാണ്. ഇവർ ഇനി വിദ്യാഭ്യാസ ജില്ലയിലേക്ക് പോകുമ്പോഴാണെങ്കിലും സംസ്ഥാന തലത്തിൽ പോകുമ്പോഴും ഇത്തരത്തിൽ തന്നെ അവരുടെ അഭിനയ കലയും മറ്റ് കലയും എല്ലാം പ്രകടിപ്പിക്കുവാൻ തയ്യാറായിക്കൊണ്ട് തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. എല്ലാ വിദ്യാർത്ഥികൾക്കും മെട്രോ 7 ന്യൂസിൻ്റെയും KCV ന്യൂസിൻ്റെയും ആശംസകൾ നേരുകയാണ്. السلام عليكم ورحمة الله وبركاته. أنا سائع والحق رسولي. أنا سائع والحق رسولي. أنا سائع والحق رسولي. سأسور بوجلال وأجاهد مثل الرسول والحق رسولي. والحق رسولي. والحق رسولي. والحق رسولي. أنا سائع والحق رسولي. أنا سائع والحق رسولي. سأسور بوجلال وأجاهد مثل الرسول والحق رسولي. والحق رسولي. والحق رسولي. والحق رسولي. ഹൈസ്കൂൾ വിഭാഗം അറബിക് സംഘഗാനത്തിലാണ് ഇവർ 1ാം സമ്മാനം നേടിയത്. ആസിയാബായ് സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. അവർ ഏറ്റവും മനോഹരമായിട്ട് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുവാനായിട്ട് തയ്യാറായിരിക്കുകയാണ്. എത്ര നാളത്തെ പ്രയത്നമാണ് നിങ്ങളുടേത്? ഇത് 1.5 മാസം. 1.5 മാസം എടുത്തു. ആരാണ് ഇതിന് നിങ്ങൾക്ക് പ്രാക്ടീസ് തന്നത്? ഷഹനംസ്, കുറച്ച് ടീച്ചേഴ്സ്, മെഹറൂം മിസ്, പ്രിൻസിപ്പൽ, വൈസ് പ്രിൻസിപ്പൽ. നിങ്ങളുടെ മാനേജ്മെന്റിന്റെ സപ്പോർട്ട് എല്ലാം നിങ്ങൾക്കുണ്ടായിരുന്നു? നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. പാരന്റ്സിന്റെ സപ്പോർട്ടൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഏറ്റവും കൂടുതൽ ഉണ്ടായത്? അതെ. അപ്പോൾ അവര് ഈ സമ്മാനം നേടിയെന്ന് വിളിച്ച് പറഞ്ഞോ വീട്ടുകാരോടൊക്കെ? എല്ലാവരും
എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പോൾ പാരന്റ്സ് കൂടെ കൂട്ടം കൂടി നിന്ന് തന്നെ നിങ്ങൾ പ്രോത്സാഹിപ്പിച്ചത്. അതാണ് നമ്മൾക്ക് ലാസ്റ്റ് ഇയർ ആയതിനു കൂടി പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ 7th മുതൽ 3 വർഷമായിട്ട് ഒരുമിച്ച് തന്നെ ഫസ്റ്റ് നേടിക്കൊണ്ടിരിക്കുന്ന ടീംസാണ് സബ് ഡിസ്ട്രിക്റ്റിൽ. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ പാരൻസ് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ ഇയർ ലാസ്റ്റ് ഇയർ ആണ് നമ്മൾ 10th ആയതുകൊണ്ട് പ്രീവിയസ് സ്റ്റേറ്റ് വരെയും കൂടി പോയതുകൊണ്ട് ഇപ്രാവശ്യം എല്ലാവരും പാരൻസ് എല്ലാവരും ഉണ്ടാവണം കൂടി ഒരു ആഗ്രഹം അവർക്ക് ഉണ്ടെന്നുകൊണ്ട് എല്ലാവരും വന്നു. സോ ഹാപ്പിയാണ്. സംഘഗാനത്തിനും ദേശഭക്തി ഗാനത്തിനും 1ാം സമ്മാനം കരസ്ഥമാക്കിക്കൊണ്ടാണ് ഫോർട്ട് കൊച്ചി സെന്റ് മേരീസ് ആംഗ്ലോ ഇന്ത്യൻ ഗേൾസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ എത്തിയിരിക്കുന്നത്. നിങ്ങൾ വളരെ വാശിയേറിയ മത്സരമായിരുന്നല്ലോ നടന്നത്. എങ്ങനെയുണ്ടായിരുന്നു മത്സരം? നന്നായിരുന്നു, പിന്നെ കുറച്ച് ടഫായിരുന്നു. അതെ, എത്ര ടീം ഉണ്ടായിരുന്നു? 7 ടീമായിരുന്നു. 7 ടീമും നന്നായിട്ട് മത്സരിച്ചില്ലേ? നിങ്ങൾക്ക് സമ്മാനം ലഭിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു? ടീം വർക്ക് ഉണ്ടായിരുന്നു. ആരാണിത്? ഈ ഏത് ഗാനമാണ് നിങ്ങളിപ്പോൾ ഈ സംഘഗാനത്തിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തത്? നിസ്സരസ. ഓക്കെ, അപ്പൊ ആ ഗാനം ഒന്ന് നമുക്ക് ആലപിക്കാമല്ലോ. ഓക്കെ. Magari sari ga pa maga sani da da pa da ni sani da pa da maga pa sani da sari ga pa maga pa da ni sa sani ni da sani da da pa pa mama magari sani ni da pa pa da sa da sari ga സുമശര പരവശയായി ഹിമകരന്റെ ചപലത സഹിയാദേ സുമശര പരവശയായി ഹിമകരന്റെ ചപലത സഹിയാദേ സരസിജനയനന്റെ പദതളിരണയുവാൻ പറയുക വഴി സഖി ഇനി ചേരുക മാലിനി നീ സുമശര പരവശയായി ഹിമകരന്റെ ചപലത സഹിയാദേ. അപ്പോൾ കൊള്ളാം, വളരെ മനോഹരമായിട്ട് നിങ്ങൾ ആലപിച്ചു. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഈ സമ്മാനം നേടുവാനായിട്ട് സാധിച്ചത്. ഇനിയാണ് അടുത്ത പ്രയത്നം അല്ലേ? ജില്ലാതലത്തിലേക്ക് പോകണം, സംസ്ഥാന തലത്തിലേക്ക് പോകണം. അപ്പോൾ എല്ലായിടത്തും പോയി വിജയികളായിട്ട് വരുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. ഏറ്റവും ശ്രദ്ധേയമായ ഇനമാണ് കുച്ചിപ്പുടിയും നാടോടി നൃത്തവുമെല്ലാം. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നാടോടി നൃത്തത്തിനും കുച്ചിപ്പുടിക്കും 1ാം സമ്മാനം കരസ്ഥമാക്കിക്കൊണ്ടാണ് ലക്ഷ്മി പ്രിയ നമ്മളോടൊപ്പം ചേരുന്നത്. ലക്ഷ്മി പ്രിയ, എങ്ങനെയുണ്ടായി മത്സരം? അടിപൊളിയായിരുന്നു. എത്ര നാളായി ഈ മത്സരവേദിയിലേക്കൊക്കെ വരുന്നത്? കുറേ നാളായി. എപ്പോഴും സമ്മാനം ലഭിക്കാറുണ്ടോ? എ ഗ്രേഡ് മേടിക്കും. ഫസ്റ്റ് ആദ്യമായിട്ടാണോ 1ാം സമ്മാനം ലഭിക്കുന്നത്? 2നും 1ാം സമ്മാനം ലഭിച്ചപ്പോൾ എന്ത് തോന്നുന്നു? അഭിമാനമുണ്ട്. ആരാണ് ഈ നൃത്തമൊക്കെ പഠിപ്പിക്കുന്നത്? എന്റെ ബ്രദറാണ് പഠിപ്പിക്കുന്നത്. ബ്രദർ നൃത്താധ്യാപകനാണോ? അതെ, സ്റ്റേറ്റ് ലെവലിൽ വിന്നറാണ് ആള്. അപ്പോൾ എത്ര നാളായി ഇപ്പൊ പഠിക്കാൻ തുടങ്ങിയിട്ട്? എത്ര നാളായി? ഞാനിപ്പോ ഒരു 14 വർഷമായി. 14 വർഷമായി. ഇനി തുടർന്നും ഈ നൃത്തത്തിന്റെ വേദിയിൽ തന്നെ ഉണ്ടാകുമോ? ഉണ്ടാവും. ഏത് സ്കൂളിലാണ് മോള് പഠിക്കുന്നത്? SDPY പഠിക്കുന്നത്. വീട്ടുകാരുടെയും അധ്യാപകരുടെയും എല്ലാം സപ്പോർട്ട് എങ്ങനെയാണ്? അടിപൊളിയാണ്. എപ്പോഴും അവർ കൂടെ ഉണ്ട്. എല്ലാ കാര്യത്തിനും ഉണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവിധത്തിലുള്ള ആശംസകൾ നേരുകയാണ്. മെട്രോ 7 ന്യൂസിൻ്റെയും KCV ന്യൂസിൻ്റെയും ആശംസകൾ. ഇനിയും ഉന്നതിയിലേക്ക് എത്തുവാനായിട്ട് സാധിക്കട്ടെ. ഇനിയുള്ള വിദ്യാഭ്യാസ ജില്ലാ കലോത്സവത്തിലും അതുപോലെ തന്നെ സംസ്ഥാന കലോത്സവത്തിലുമൊക്കെ ലക്ഷ്മി പ്രിയ വിജയിയായി വരുന്നത് കാണുവാനായിട്ട് നമ്മുടെ ഈ കൊച്ചിക്ക് മട്ടാഞ്ചേരി ഉപജില്ലയ്ക്ക് സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്.